ഇന്ന് ബീഫാക്കി. എപ്പോഴും ചിക്കൻ പേടിച്ചിട്ട് ചിക്കൻ വന്നതല്ലേ, എന്നിട്ട് ചായ കുടിക്കണം. എന്നിട്ട് അതിനകത്ത് അത് ഇഞ്ചിക്കറി ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടാ ബെസ്റ്റ്. എൻ്റെ അമ്മ അടിപൊളിയാണല്ലോ. മൺകലത്തിൽ വെച്ച നാശാവില്ല, പെട്ടെന്ന് കുറുകി വെള്ളം പറ്റും. ശരി, കട്ടൻ ചായ കുടിക്കട്ടെ. കട്ടൻ ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് ഉപ്പുമാവല്ലേ, എപ്പോഴും ഇഡ്ഡലി ദോശ വെള്ളപ്പം, ഇന്ന് ചേഞ്ച് ആയിക്കോട്ടെ. ഉപ്പുമാവിൽ ക്യാരറ്റൊക്കെ ഉണ്ടാക്കണം ചോദിച്ചാൽ ഈ രാവിലെ ക്യാരറ്റ് പിടിക്കാൻ പോകണ്ടേ, നമുക്ക് കൊള്ളോണ്ട് ഉണ്ടാക്കാം. നമുക്ക് കൊള്ളോണ്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി, ഉപ്പുമാവ്. കുറെ നാളായി ബിരിയാണി വെച്ചിട്ട്. ഇന്നാണ് നെയ്ച്ചോറുണ്ടാക്കിയില്ലേ? വേണമെങ്കിൽ നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. നമുക്ക് നെയ്ച്ചോറുണ്ടാക്കിയാലോ? നെയ്യിലൂടെ അത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരെണ്ണം ചെറുത് പിടിച്ചായി. ഉപ്പുമാവ് ഏത് ചായ? ഞാനല്ല, ഞാൻ 3 ചായ. ഇതിന്റെ പകുതി സമയം എടുത്തായിട്ടാ അല്ലേ? സാധനം പഠിക്കണേ നിനക്ക് അതൊക്കെ ഇഷ്ടം. ഇഷ്ടല്ലേ നെഞ്ചരിയോ? അപ്പൊ നീ കഴിക്കില്ല? പഠിക്കോ? പഴം പഠിക്കണം നമുക്ക്. ഉപ്പുമാവ് പഴം എത്ര പോരെ? ഇത്ര മതി സവാള. അല്ല ഷാറിന് ഉപ്പുമാവ് ഇഷ്ടം. പൊടി ഉണ്ടാക്കിയാൽ മതിയാ? പൊടി ഉണ്ടാക്കുന്ന നീ ഉണ്ടാക്കേണ്ടി വരും. എനിക്കറിയില്ല പൊടി ഉണ്ടാക്കാൻ. പൊടി നീ ഉണ്ടാക്കാനല്ല, നീ ഉണ്ടാക്കിയോ? എനിക്കെന്തായാലും കുഴപ്പമില്ല. ഉപ്പുമാവ് പൊടി ആയാലും നെയ്യില്ല അവിടെ വെച്ചാൽ നെയ്യില് കഴിഞ്ഞ. അപ്പൊ രാവിലെ ചോറ് റെഡി ആയല്ലേ? ഉപ്പുമാവ് നീ ഉണ്ടാക്കില്ലേ? പിന്നെ ഇതൊന്നത് വല്ല കോൺക്രീറ്റ് കൂട്ടണതാണ്. ഈ രണ്ടാൾക്കാർ അപ്പുറപ്പുറത്ത് വലിക്കാൻ ഉപ്പുമാവല്ലേ? ഡാവിക്കട്ടെ. നമ്മളെന്നാള് പൊറോട്ട കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചത്. ഡാൽഡ എപ്പോഴും കഴിക്കും, നിങ്ങൾക്ക് വെള്ളപ്പഴ കഴിക്കാം. മതില്ലേ? ഇഞ്ഞോ മതിയാ? ഡാൽഡ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ഉപ്പുമാവ്, ഉച്ചക്ക് നെയ്ച്ചോറും ബീഫും. നമ്മൾ കുറച്ച് സൈഡ് ഉണ്ടാക്കിയിട്ട് ഇടുക. ഉഴുന്ന് കുറച്ചധികം കിട്ടോ? കടുക് പൊട്ടട്ടെ. വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് തെളിച്ചിടുന്നു. ഗൾഫിലേക്കും പുറത്തുണ്ടാക്കും മലപ്പുറത്തുള്ള ചങ്ങാതി. വേണ്ട, ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ മതി. ഇന്ന് മഴയില്ലല്ലേ? മഴ മതിയായി ആൾക്കാർക്ക്. മഴ പെയ്യാണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു? ലേശം ക്യാരറ്റും നാളികേരം കറിയിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് ഒരു വെറൈറ്റിയാണ്.
സാധാരണ വെള്ളപ്പം ഇഡ്ഡലി ദോശ വെള്ളപ്പം ഇഡ്ഡലി ദോശ പുട്ട് അതന്നെയായിരുന്നു ഉപ്പുമാവ് മാറിക്കടല്ല. നിങ്ങളൊരു വീഡിയോ കണ്ടപ്പോഴും ഉപ്പുമാവിന് ഓർമ്മ വന്നില്ല. പിന്നെ പൊടികൾ ഇടുമ്പോൾ വെള്ളം ഉപ്പുമാവ് ഉപ്പിട്ടിട്ട് ഉപ്പ് ഉണ്ടാക്കിയ ഉപ്പുമാവ് തിളക്കട്ടെ കേട്ടാ. പോത്തിറച്ചിക്ക് ഒറിജിനൽ പോത്തിറച്ചിക്ക് 420, മൂലിറച്ചിക്ക് 350. കോഴിക്കോട് മലപ്പുറം ഭാഗത്തൊക്കെ ഇറച്ചി വലിയ പീസല്ല. നിങ്ങളുടെ ചാവക്കട അങ്ങനെ വലിയ പീസല്ലേ. അത് നേരത്തെ തെക്കോട്ടാണെങ്കിൽ ചെറിയ പീസ്. ഒരു കിലോ അരി മേടിച്ചാലേ നെയ്ച്ചോറിന് മറ്റേ രാത്രിക്ക് വെച്ചാ മതി. ഉച്ചക്ക് വെച്ചാലും രാത്രിക്കായാലും ഉണ്ടാവൂലേ. നമ്മളിവിടെ ആൾക്കാരെ വിളിച്ചിട്ട് സദ്യ ഒന്നും കൊടുക്കണില്ല, നമ്മളേ ഉള്ളൂ. ഒരു കിലോ മേടിച്ചാൽ ധാരാളാ. ഓ അല്ലെങ്കിൽ ബാക്കിയാവണില്ല ചോറ്. ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി 2 ആൾക്കാരാണ്. നന്നായിട്ട് ഇന്നെന്തായാലും വണ്ടി വേണം. വണ്ടിയായിട്ട് കുറെ നാളെ യൂട്യൂബ് തുടങ്ങിയപ്പോ നേരം കിട്ടുന്നില്ല. വണ്ടി ചെറുപ്പത്തില് അമ്മച്ചി ഉപ്പാണ്ടാക്കുമ്പോഴേ പള്ളിക്കോട്ട് ചിലപ്പോൾ ഞായറാഴ്ച ഉപ്പാണ്. അപ്പം ആ ചട്ടിയുടെ ചുറ്റിങ്ങനെ ഉണങ്ങിയിരിക്കുന്നുണ്ടാവും. അത് പഠിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പാറ പോലെ ഇപ്പൊ കിട്ടുന്നില്ല. അതിങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പാറ പോലെ കിട്ടും. നല്ല മുരിഞ്ഞിരിക്കുക. അപ്പൊ റാണയ്ക്ക് കുറച്ച് പോകാൻ നെയ്യില്ലാത്ത ബീഫും കൂട്ടി കഴിക്കാൻ. ബീഫിന് നെയ്യില്ല. അല്ല നെയ് റോസ്റ്റ് ബിരിയാണി നെയ്ച്ചോടെ കഴിക്കാം. നെയ്യ് പായസം കഴിക്കാം. നെയ്യ് വെച്ചിട്ട് പോകാൻ കഴിക്കാറില്ല. നെയ്യ് വെച്ച് കൊടുക്കട്ടെ. ഒരു ഭംഗിക്ക് ഒരു മണോ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ. ഉപ്പുമാവ് മൂടിക്ക് ഈ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ പറയാം. ചെറുതായിട്ട് ഞായറാഴ്ച സ്പെഷ്യൽ ഉപ്പുമാവും പഞ്ചസാര നമ്മൾ വെക്കി. വല്ല മുട്ടക്കറിയാ അപ്പോ എന്തെങ്കിലുമൊക്കെ വേണ്ടതായിരുന്നു. കാരണം ഉപ്പുമാവ് കഴിച്ച് പള്ളിയിലേക്ക് പോകുന്ന പരിപാടിന് അവിടെ സ്ഥിരം സ്ഥലമാണത്. തുണിയിടാനത് വെയിലുണ്ടല്ലേ. അങ്ങനെ മുറ്റം നിറയെ തുണിയിട്ട് ക്ഷീണിച്ചു.
എന്ത് അപ്പുറത്ത് കിടക്കണ്ടീന് അഴ കെട്ടാനാ എന്നോടാ ബെസ്റ്റ്. കെട്ടിട്ട് അഴിച്ചു വെക്കാം. ഇനി സ്ഥലം എവിടെ ഇനി അഴ കെട്ടാൻ? ഈ മരത്ത് വന്ന് അങ്ങോട്ട് തന്നാ മതി. ഞാനവിടെ ഈ മരത്തുമെന്ന് കെട്ടി തന്നാ മതി. എന്നിട്ട് ഞാൻ ആ കഴുകുമ്പോൾ കിട്ടോ? ശരി. അപ്പൊ അവിടെ പോയിട്ട് ചെറിയ പീസാക്കണം അല്ലേ? എൻ്റെ പീസായിട്ട് നമുക്ക് ചെറുതാക്കാം. നിങ്ങളവിടെ ഒക്കെ ഇത് വലിയ പീസാക്കി ഇട്ടാ ഇല്ലേ? വലിയ പീസാ തിരക്കുണ്ടാവും. ഇതിനേക്കാൾ വലിപ്പുണ്ടാവും. അപ്പൊ നമ്മുടെ ബീഫറിലേക്ക് അവർക്ക് സ്വാഗതം അല്ലേ? അപ്പൊ നമുക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഒക്കെ കണ്ട് ഒരു അവർക്ക് വെളിച്ചാൽ ഞായറാഴ്ച ആവുള്ളൂ. അച്ചോ